തെറ്റിയായിരുന്നോ? വഴി തെറ്റിയായിരുന്നോ ചോദിക്കാം. ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് തന്നു. പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓർഡർ ചെയ്തായിരുന്നാണ്. അപ്പം ഇതിനെ കുറിച്ചിട്ട് അറിയുന്നില്ലായിരുന്നു. എത്ര പേയ്മെൻറ്റ് എത്രയാണ്? എനിക്കിതിനെ സത്യം കുറിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. തമാശയില്ല, ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇപ്പോൾ ഇത് ആപ്പ് തന്നെ കയറ്റിയുള്ളൂ. ഇവിടുത്തെ ഒരു കട അടച്ചിട്ടുണ്ടായിരുന്നു, നേരെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ അല്ല എടാ, അത് പൈസ അന്ന് എന്തായാലും കുറവായോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. അല്ലടാ, 107 അത് എനിക്കറിയാലോ. നിനക്ക് തന്ന പൈസ അതല്ല, എനിക്കിത് അറിയാത്ത കാരണം കൊണ്ടാണ് ചോദിച്ചത്. ഇല്ല, നീ അത്രയും നമ്മുടെ അതിൽ വണ്ടി വിളിച്ചിട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണമല്ലോ. അല്ലടാ, നമ്മൾ ഇവിടുത്തെ ഈ കുളങ്ങാട്ട് സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് തിരിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അവിടുത്തെ കടയിൽ നിന്ന് ഇതാക്കുമ്പോൾ തന്നെ അവിടുത്തെ വണ്ടിക്കൂലി നമ്മൾ കൊടുക്കാറുണ്ട്. അത് കാരണമാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയാത്ത കാരണം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശരിടാ, വഴി മറ്റേ ഇതുണ്ടല്ലോ അല്ലേ? അതല്ലടാ, അതെന്തായാലും ഞാൻ ഏതെങ്കിലും അവിടെ നിന്ന് നോട്ടിന് വന്നിട്ട് ഇതാകുമ്പോഴേ നേരമായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇവിടുത്തെ കട അടച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് ആക്കിണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടാണ്. ഇല്ലടാ, അത് വെച്ചടാ, കുഴപ്പമില്ലടാ. ഞാൻ അതായിട്ട് വെച്ചതാ, പൈസ പോലും എടുത്തിട്ടാണെന്നില്ല. എനിക്കിത് അറിയില്ല. ഇത് ഞാൻ പിന്നെ മറ്റേ അതിലെൻ്റെ 3 കൊല്ലത്തെ വീഡിയോ ഞാൻ കണ്ടു, മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അതിലപ്പം തന്നെ പേ ചെയ്യാണ്. പക്ഷേ ഇതിൽ ഓപ്പൺ ഞാൻ ഇപ്പം തന്നെ കയറിയ കാരണം കണ്ടില്ല. പിന്നീട് ഇവിടെ എത്രയായി, പിന്നെ ഒരു 8 മിനിറ്റ് അങ്ങോട്ട് ആയപ്പോൾ ഞാൻ തപ്പിപ്പ് കണ്ടു, ഓൺലൈൻ അടയ്ക്കണ ഒരു സംഭവം കണ്ടു. എനിക്കിത് അറിയില്ല, ഇതൊന്നുമില്ല. അപ്പം അത് കാരണം ഇല്ലടാ, ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോൾ ഒരു 3 കൊല്ലത്തെ വീഡിയോ ആയിരുന്നു. അപ്പം എത്ര നേരം ചെയ്യുന്നതിൽ? അപ്പം വേറെ എന്തെങ്കിലും വർക്കിനും കൊണ്ടോ? വീട് എവിടെയാണ് ഇപ്പോൾ? എടാ, തൃശ്ശൂരിങ്ങടാ. ഞാൻ എന്താ നീ എങ്ങനെ പറയണേ? അഞ്ചേരിക്കറ ശരി പാറപ്പുറം. ആ അത് കണ്ടു പറഞ്ഞ മറ്റേ. അപ്പം നീ എവിടെ നിൽക്കാറ്? ഇതപ്പോൾ ജോർജ് ചേട്ടൻ്റെ മറ്റേ പെരിങ്ങാവിലത്തെ കടയില്ലായിരുന്നേ? അതല്ലേ. ഞാനത് പെട്ടെന്ന് അത്രയും ദിവസം നിന്നിരുന്ന കാരണം കൊണ്ട് ഇതായിട്ട് കയറ്റി കുത്തിയത്. ഓക്കെടാ. അതൊന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചെന്നുണ്ടെങ്കിൽ നീ ആ സെൻറ്റർ ഇവിടുന്ന് അങ്ങോട്ടില്ലേ, നേരെ ഇവിടുന്ന് ലെഫ്റ്റ്, പിന്നെ ചെന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു ഒരു ഷേപ്പില്ലേ, അവിടുന്ന് ലെഫ്റ്റ്, പിന്നെ നേരെ മറ്റേ ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ കുളങ്ങാട്ട് സെൻറ്റർ. ഇല്ല, ചോദിക്കാൻ ആരും ഉണ്ടായിരിക്കില്ലല്ലോ. ഈ ഭദ്രകാളിയുടെ അമ്പലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതായത് വന്നിട്ടാണെന്നറിയോ? ആ ലൈറ്റിന് തൊട്ടപ്പുറത്തില്ലേ ഒരു വഴി അങ്ങോട്ട് പോകണില്ലേ, അതാണ് ഭദ്രകാളിയുടെ അമ്പലം. അവിടെ നോക്കി. ഇല്ലടാ, ഞാനൊക്കെ എനിക്ക് പെയിൻ ലോങ്ങിൽ നമ്മൾ ടൗണിൽ നിന്ന് തന്നെ വണ്ടി വിളിക്കും. ആ ചേട്ടന്മാർക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ അവർക്ക് അറിയില്ല. അപ്പം ചേട്ടാ ചൂലിശ്ശേരി എന്ന് പറയുമ്പോൾ കൊട്ടക്കാട് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. നമുക്ക് തന്നെ ചിന്തിച്ച് തോന്നുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സംഭവം അതാണ്. കാരണം ഓർഡർ ചെയ്യണത് എന്തൊട്ട് അപ്പം ഞാൻ പേയ്മെൻറ്റ് പോലും ചെയ്തിട്ടില്ല. എന്ത് വിശ്വാസത്തിൻ്റെ പോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്ന് പോലും ഒരു സംഭവമില്ലേ? ഓക്കെടാ. ഞാൻ അവിടെ ഉണ്ടാവാറില്ലടാ. ഞാനൊരു ലോങ് അമ്മയുടെ വീട്ടിലായിരുന്നു. ഇപ്പോൾ 2 ദിവസം വേറൊരു സംഭവത്തിന് വേണ്ടി പോകുന്നു. ശരിടാ, ഓക്കെടാ. ഫോൺ നോക്കിയേക്കേ. ശരിടാ. ശരി.